എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ബോന്തിത്തേനെ അമ്മേനെയാണ്. ബോന്തിത്തയുടെ അമ്മ ഇങ്ങനെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ അവരെ അനുസരിച്ച് ജീവിക്കണം, ഭർത്താവ് കഴിച്ചതിന് ശേഷം നീ കഴിക്കാൻ പാടുള്ളൂ, ഭർത്താവിനെ നീ ഒരു ദൈവത്തിനെ പോലെ കാണണം എന്നൊക്കെ അവളോട് ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനെ പോലെ കണ്ട, അപ്പോൾ ദൈവത്തിനെ ഞാൻ എന്താ കാണുകയെന്നൊക്കെ അമ്മ പറയാണ്, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നെന്ന്. അപ്പോൾ ബോന്തിത്ത അങ്ങനെ പറയുകയാണ്, അമ്മ എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അമ്മ പറയും, നിനക്കിപ്പോൾ കല്യാണം കഴിയണവരെ നിനക്കൊന്നും കഴിക്കാൻ പറ്റില്ല, അത് ഇവിടുത്തെ രീതിയാണ് എന്ന് പറയുമ്പോൾ ബോന്തി പറയും, ആര് ഈ രീതികളൊക്കെ ഉണ്ടാക്കി, ഇതൊക്കെ നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കും. എന്നിട്ട് അമ്മ പറയാണ്, നാളെ നിൻ്റെ കല്യാണമാണ്, അപ്പോൾ കല്യാണത്തിന് അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിമാരൊക്കെ നിന്നെ ഒരുക്കാൻ വരും എന്നൊക്കെ പറയുമ്പോൾ ബോന്തിത്ത് ചോദിക്കുകയാണ് അമ്മയോട്, അപ്പോൾ അമ്മ എന്നെ ഒരുക്കില്ലേ? അപ്പം അമ്മ പറയാണ്, എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനൊരു വിധവയാണ്, അവൾക്ക് അങ്ങനെ കല്യാണത്തിന് കൂടാനോ അങ്ങനെ ഒന്നിനും പറ്റില്ല, അതൊക്കെ അപശകുനാണ്, അതാണ് മോളെ ഇവിടുത്തെ രീതി, ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അന്ത്യത്ത് ചോദിക്കുകയാണ്, അപ്പം എന്താ അമ്മ എന്താ എൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരില്ലെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആചാരങ്ങളും പൂജകളൊക്കെ ഇല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറയും. അത് അമ്മ വെറുതെ പറയുന്നതാണ്, ബോന്തിതനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവളും കല്യാണത്തിന് സമ്മതിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ അപ്പം നുണ പറയുന്നത്. അപ്പം അമ്മ പറയാണ്, എനിക്ക് നിൻ്റെ കല്യാണം കാണാനുള്ള ഭാഗ്യമില്ല മോളെ എന്ന് പറയുമ്പോൾ അപ്പോൾ ബോന്തിത്ത് പറയാണ്, ഞാൻ കല്യാണം കഴിച്ചോളാം, എന്തായാലും അമ്മ എൻ്റെ കല്യാണം കാണണം പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരു ചെമരിന് ഹോൾ ഉണ്ടാക്കിയിട്ട് പറയണം, അമ്മ ഇതിൽ കൂടെ നാളെ എൻ്റെ കല്യാണം കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അവൾ പോവാണ്. അമ്മ ഇരുന്നിട്ട് കരയുന്നുണ്ട് സങ്കടം വന്നിട്ട്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനെയാണ്. അവൻ പറയാണ്, ഞാനിന്ന് മിനിനെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്, അവളോട് ഇഷ്ടമാണെന്ന് പറയാൻ പോവാണെന്നൊക്കെ. അപ്പോൾ ബട്ടുക്ക് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി സമ്മതിക്കുമോ, ഏട്ടത്തിക്ക് ഇഷ്ടാവുമോ ഏട്ടനെന്നൊക്കെ. അപ്പോൾ അവിടേക്ക് മുൻഷിയില്ലേ, സൗരഭിൻ്റെ അച്ഛൻ, ആള് കല്യാണം പറയാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് അനിരുദ്ധിൻ്റെ അച്ഛനോടും പിന്നെ ത്രിലോചനോടും കല്യാണത്തിന് വരാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അവർ വരില്ല എന്ന് പറയും. കാരണം ഇവർ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരല്ലേ, അപ്പോൾ പറ്റില്ല എന്ന് പറയുമ്പോൾ അനിരുദ്ധ് വന്നിട്ട് പറയും, സൗരഭ് എൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ കല്യാണത്തിന് ഞാൻ വരാണ്ടിരിക്കുമോ പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് മുൻഷിയോട് പറയുമ്പോൾ മുൻഷിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധിനോട് താങ്ക്സ് പറഞ്ഞിട്ട് ആളവിടുന്ന് പോവുകയാണ്. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ അനിരുദ്ധിനോട് പറയുന്നുണ്ട്, നീ എന്തായാലും ഇന്ന് മിനിയോട് സംസാരിക്കണമെന്ന്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, ഞാൻ എന്തായാലും കല്യാണത്തിന് പോവാണ്, എന്തായാലും അതിന് പോയി വന്നതിന് ശേഷം ഞാൻ എന്തായാലും അവളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കും, ഞാൻ അവളിനെ ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ സോമനാഥ് പറയുകയാണ്, ഞാൻ എന്തായാലും അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക, ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാമെന്ന് പറയും. അനിരുദ്ധ് നിന്ന് പറയുന്നുണ്ട്, ഞാനും സൗദാമിനിയും തമ്മിലുള്ള ബന്ധം ആർക്കും പിരിക്കാൻ പറ്റില്ല എന്ന് പറയും. മാമനെയാണ് കാണിക്കുന്നത്. മാമ എന്ന് പറയാണ്, ബോന്തിത ഇനിയിപ്പോൾ ആ വയസ്സായ ആളെ കണ്ടാൽ ദേഷ്യപ്പെടുമോ, അവൾ ഈ കല്യാണത്തിന് സമ്മതിക്കുമോ എന്ന് മാമിയോട് പറയുമ്പോൾ മാമി പറയാണ്, ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തി കൊടുത്തിട്ട് അവളെ മയക്കാന്ന് പറയും. മാമ ചോദിക്കുന്നുണ്ട്, അതിനവൾ കഴിക്കുമോ, കല്യാണം വരെ ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ പറയാണ്. ഫുഡ് എന്ന് പറയുന്നത് അവളുടെ വീക്ക്നെസ്സാണ്, അവൾക്ക് ഫുഡ് ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാണ്ട് ഇരിക്കാൻ പറ്റില്ല, ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിൽ വീഴുവോള്, അതുകൊണ്ട് എന്തായാലും കഴിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് സൗദാമിനീനെ തന്നെയാണ്. പിയാനോ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് അനിരുദ്ധ് വരികയാണ്. എന്നിട്ട് അവർ തമ്മിലൊരു റൊമാൻറ്റിക് മൊമെൻ്റാണ് കാണിക്കുന്നത്. അങ്ങനെ അവൻ അവളോട് പറയുകയാണ്, ഇന്ന് അവനൊരു കാര്യം പറയാനുണ്ട്, അപ്പോൾ കാണണമെന്ന് പറയാണ്. കാണിക്കുന്നത് അനിരുദ്ധ് സൗരഭിനായിട്ട് ഇങ്ങനെ അവൻ്റെ കല്യാണത്തിന് വന്നേക്കാണ്, ബോന്തിതയുടെ വീട്ടിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ബോന്തിതേനെ കല്യാണം കഴിക്കാൻ പോണ വയസ്സായ ആളിനെ അവനെ അവിടെ കാണുകയാണ്. അപ്പോൾ അവൻ്റെ വിചാരം ഇത് വിധവനെയും കല്യാണം കഴിക്കുന്നുണ്ടാവുക, അപ്പോൾ അങ്ങനെയായിട്ട് കല്യാണം ഉണ്ടായാൽ ഈ സമൂഹം നന്നാവും എന്നൊക്കെ അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ബോന്തിതേനെ കാണിക്കാൻ അവളിങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാമയോടുക്ക് കയ്യിലൊരു പാത്രത്തിൽ പായസമായിട്ട് വരികയാണ്. ബോന്തിത പറയാണ്, മാമീനല്ല എന്നോട് ഇതൊക്കെ അനുസരിക്കാൻ പറയുന്നത്, ഇപ്പം എന്താ ഒരു മാറ്റം? ബോന്തിതയോട് മാമി പറയാണ്, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടീനെ കൊണ്ട് അത് കഴിപ്പിക്കും. എന്നിട്ട് സമ്പൂർണ്ണ അപ്പം വന്നിട്ട് പറയും, ഞാനല്ലേ മുത്തത്, എനിക്കല്ലേ ആദ്യം തരേണ്ടി പറഞ്ഞിട്ട് അത് മേടിച്ച് കഴിക്കാൻ നിൽക്കുമ്പോൾ മാമി പെട്ടെന്ന് ഇത് കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പറയും, ഇത് നിനക്ക് കഴിക്കാൻ പാടില്ല, നിൻ്റെ മുഹൂർത്തമായി, നിനക്കിത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവളിനെ അവിടുന്ന് പറഞ്ഞു വിടും. മാമി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പോൾ ഇവള് ബോധം കിട്ടി വീഴും, എന്നിട്ട് ഇവൾക്ക് ആ വയസ്സായാളിനെ കല്യാണം കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മാമി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി 7ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് മാമ ബോന്തിതയുടെ അമ്മേനെ ഒരു റൂമിൽ പൂട്ടിയിടുകയാണ്. അമ്മ ബോന്തിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മാമ അവിടേക്ക് വന്ന ആൾക്കാരനൊക്കെ ഇങ്ങനെ വെൽക്കം ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്.
ബോന്തിത്ത് അങ്ങനെ തല കറങ്ങി വീഴുന്നത് കാണിച്ചിട്ട് ആ സീൻ കട്ടായിട്ട് പിന്നെ അനിരുദ്ധിനെയാണ് കാണിക്കുന്നത്. അനിരുദ്ധ് ഇങ്ങനെ വിചാരിക്കുകയാണ്, ഈ പ്രായത്തിലും ഈ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കാനൊക്കെ സമ്മതിക്കുന്നില്ല, ഒക്കെ വളരെ നല്ല കാര്യമാണ് അവൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോഴും അവനറിയില്ല ആരാണ് ആ വയസ്സായ ആളുടെ വധുന്ന്. അങ്ങനെ അവിടെ സമ്പൂർണ്ണയുടെയും സൗരഭിൻ്റെയും കല്യാണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അനിരുദ്ധ് അവിടെ ഉള്ള സ്ത്രീകളുടെ ഒപ്പം ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ബോന്തിത്തേനെ എല്ലാവരും കൂടിയിട്ട് മാമയും കൂടിയിട്ട് മണ്ഡപത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അവളെ എല്ലാവരും കൂടി പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അനിരുദ്ധ് ഡാൻസിൻ്റെ ഇടയിൽ ഇത് കാണുന്നില്ല. പക്ഷേ മണ്ഡപത്തിലേക്ക് കയറ്റിയപ്പോൾ അനിരുദ്ധ് ആ കുട്ടീനെ കണ്ടിട്ട് ആകെ ഞെട്ടുകയാണ്. ആ ചെറിയ കുട്ടീനെ കല്യാണം കഴിക്കാൻ പോണത് വൃദ്ധനായ ആളാന്ന് അവന് മനസ്സിലാവുമ്പോൾ അവന് കല്യാണം അവിടെ നിർത്തി വെക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോന്തിത്തയുടെ അമ്മ ഇത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധ് എല്ലാവരോടും കൂടി പറയാണ്, ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ മുൻഷിയില്ലേ, സൗരഭിൻ്റെ അച്ഛൻ, ആളൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഈ കല്യാണം നടന്നുകൊണ്ട് എന്താന്ന്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, ഈ വയസ്സായ ആൾക്ക് കുട്ടിയുടെ മുത്തച്ഛൻ്റെ പ്രായമുണ്ട് ആൾക്ക്, ആ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നാണോ പറയുന്നത്, അതുകൊണ്ട് ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അനിരുദ്ധ് പറയും. അപ്പം മാമ പറയാണ്, നീ ഇതൊക്കെ ഈ കല്യാണം നിർത്തിവെക്കാൻ നീ ആരാന്ന് ചോദിക്കുമ്പോൾ മുൻഷിയില്ലേ, സൗരഭിൻ്റെ അച്ഛൻ, ആൾ ഓടി വന്നിട്ട് പറയും, അവിടുത്തെ മുതലാളിയാണ്, പിന്നെ ലണ്ടനിൽ പോയിട്ടാണ് പഠിച്ചത്, അതുകൊണ്ട് ഇവിടുത്തെ ആചാരങ്ങളോ രീതികളൊന്നും അവൻ അറിയില്ല, അതുകൊണ്ടാണെന്ന് മുൻഷി പറയും. അനിരുദ്ധ് പറയാണ്, ഈ കല്യാണം എന്ന് പറയുന്നത് വളരെ തെറ്റാണ്, അത് ആ കുട്ടിയോട് ചെയ്യുന്ന അനീതിയാണ് എന്നൊക്കെ പറയും. പക്ഷെ ബോന്തിത ഒന്നും കേൾക്കുന്നില്ല. ബോന്തിത മയങ്ങിക്കെടുക്കും. അങ്ങനെ ബോന്തിതയുടെ അമ്മ ആ ബോന്തിത ഉണ്ടാക്കിയിട്ട് ആ ഹോളില്ലേ അതിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആ വൃദ്ധനായ ആളാണ് ബോന്തിതനെ കല്യാണം കഴിക്കാൻ പോകണമെന്ന് കാണുമ്പോൾ അമ്മയ്ക്ക് വളരെ സങ്കടമാവുകയാണ്. എന്നിട്ട് അനിരുദ്ധ് ഈ കല്യാണം നടക്കില്ല എന്ന് പറയുമ്പോൾ അമ്മ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, നീയാണ് ബോന്തിതയുടെ ദൈവം, വൃത്തികെട്ട മനുഷ്യരിൽ നിന്ന് എൻ്റെ മോളെ രക്ഷിക്കാൻ വന്ന ആളാണ് നീ എന്നൊക്കെ ബോന്തിതയുടെ അമ്മ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ അമ്മ പുറത്തേക്ക് നോക്കിയിട്ട് കരയുന്നുണ്ട്. മാമ അവളോട് പറയാണ്, അവളുടെയും അമ്മയുടെയും സമ്മതത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കല്യാണം നടത്തുന്നത്, പിന്നെ നിനക്ക് എന്താ പ്രശ്നം എന്ന് അനിരുദ്ധോട് ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയാണ്, ണ പറയാണ്, അങ്ങനെയാണെങ്കിൽ ആ കുട്ടീനെ പറയട്ടെ എന്ന് പറയുമ്പോൾ മാമ പറയും, ആ കുട്ടി ഇനി അവൾ ഉറങ്ങുക എന്ന് പറയും. അപ്പോൾ അനിരുദ്ധ് പറയും, മുൻഷിയോട് പറയും, എന്നാൽ ഡോക്ടറിനെ വിളിക്കുക, അവൾ ഉറങ്ങുകയാണോ അതോ മയക്കി കെടുത്തിക്കുകയാണോ എന്ന് അപ്പം അറിയാമെന്ന് പറയും. ആ വൃദ്ധനായ ആളില്ലേ ബോന്തിനെ കല്യാണം കഴിക്കാവുന്നത്, ആളുടെ കുടുംബക്കാരൊക്കെ പറയും, ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ മാമ പറയും, ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഇവിടെ ഇങ്ങനെ കല്യാണം നടക്കുന്നത്, ഈ കല്യാണം എന്തായാലും നടക്കുക തന്നെ ചെയ്യും, നടക്കാണ്ടിരിക്കുകയൊന്നുമില്ല എന്ന് അവരോട് പറയാണ്. അങ്ങനെ അനിരുദ്ധ് പറയാണ്, ഈ കല്യാണം കഴിച്ചിട്ട് ആ കുട്ടിക്ക് എന്ത് സന്തോഷമാണ് കിട്ടാൻ പോകുന്നത്, ഈ കല്യാണം എന്തായാലും നടക്കില്ല എന്നവൻ പറയുമ്പോൾ ആ വയസ്സായ ആൾ ഒരു കത്തി എടുത്തിട്ട് ബോന്തിതയുടെ കഴുത്തിൽ വെക്കുകയാണ്. എല്ലാവരും ഞെട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിതയുടെ അമ്മ അവിടുന്ന് ഇത് കണ്ടിട്ട് വിളിച്ച് പറയുന്നുണ്ട് ആരെങ്കിലും അവളെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വയസ്സായ ആൾ പറയുകയാണ്, ഞാൻ 3 വട്ടം കല്യാണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതുവരെ ഇങ്ങനെ അപമാനം സഹിക്കേണ്ടി വന്നിട്ടില്ല, ഇവളിൻ്റെ ഭാര്യ ആയില്ലെങ്കിൽ ഇവൾ ജീവനോടെ ഇരിക്കില്ല എന്ന് അയാളിങ്ങനെ ഉറക്കെ വിളിച്ച് പറയും. ബോന്തിതയുടെ അമ്മ അങ്ങനെ സഹായം ചോദിക്കുന്നുണ്ട്, അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ സമ്പൂർണ്ണ സൗരഭിനോട് പറയുന്നുണ്ട് അവളെ ഒന്ന് പോയി രക്ഷിക്കും പറയുമ്പോൾ അവന് ഒന്നും ചെയ്യുന്നില്ല, അവന് പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അനിരുദ്ധ ആ വയസ്സായ ആളിനെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ മാമ പറയാണ്, അവളെന്തായാലും നിങ്ങളുടെ ഭാര്യയാവും, അവളിനെ വിടുക എന്ന് പറയും. അപ്പോഴും അനിരുദ്ധ പറയുന്നുണ്ട്, ഞാൻ ഈ കല്യാണം നടക്കാൻ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ ആ വയസ്സായ ആൾ അവിടുത്തെ പൂജാരിയോട് പറയാണ്, പൂജകളൊക്കെ വേഗം തുടങ്ങ് കല്യാണത്തിൻ്റെ എന്ന് പറയുമ്പോൾ അനിരുദ്ധ അവിടുന്ന് പോവാണ്. അമ്മക്കൊക്കെ സമാധാനമാവുകയാണ്. സൗരഭ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവൻ്റെ അച്ഛനോട് മുൻഷിയോട് പറയാണ്, അച്ഛൻ അനിരുദ്ധ് പറയുന്നത് ശരി തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ അവന് ചീത്ത പറയണം, നീ അല്ലാതെ തീരുമാനിക്കണം, നീ മാറി നിൽക്കുമെന്ന് അവന് ചീത്ത പറയാണ്. പിന്നെ അനിരുദ്ധ് ഗ്രാമത്തിൽ പോയിട്ട് അവിടെ പോലീസുകാരെ കാണാണ്. അപ്പോൾ അവരോട് പറയാണ്, ഇങ്ങനെ ഒരു ബാലികാ വിവാഹം ഇവിടെ നടക്കുന്നുണ്ട്, ഒരു വൃദ്ധനായ ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. പോലീസ് ഓഫീസേഴ്സ് പറയാണ്, ഇതൊന്നും ഒരു കുറ്റമല്ല, ഞങ്ങളൊക്കെ ഇത് കുറേ കണ്ടതാന്ന് പറയും. അപ്പോൾ അനിരുദ്ധ അവരോട് തർക്കിക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ വാതിൽ തുറന്നിട്ട് ഓടി വരുമ്പോൾ മാമി അമ്മനെ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് അനിരുദ്ധിനെ കാണിക്കുകയാണ്. അനിരുദ്ധ് ഈ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ നിയമമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഈ വിവാഹമൊന്നും ഇവിടെ നടക്കാൻ പാടില്ലാത്തതാണെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ പറയാണ്, അത് നിൻ്റെ ഈ രാജ്യത്ത് ഇതൊന്നും ബാധകമല്ല, ഇതൊക്കെ ഇവിടെ സാധാരണയാണ്, ഇതൊക്കെ ഇവിടെ നടക്കണതാണ്,
അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സഹായം നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയും. ബോന്തിത്തയുടെ അമ്മനെ കാണിക്കുകയാണ്. മാമി അമ്മയോട് പറയുകയാണ്, ഇത് ഞങ്ങൾ ബോന്തിത്തയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ അങ്ങനെ മനസ്സിങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിത്തയുടെ അമ്മ ചോദിക്കുന്നത് സമ്പൂർണ്ണയുടെയും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ മാമി പറയും ആ എന്ന് പറയും. സമ്പൂർണ്ണനെ അമ്മ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ അമ്മനെ വീണ്ടും ആ റൂമിലിട്ട് പൂട്ടുകയാണ് മാമി. ഇതോടുകൂടി 7ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വരുന്ന എപ്പിസോഡൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എപ്പിസോഡാണ്. അപ്പോൾ ആരും മിസ്സാക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം.